ടൊവിനോട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ വേറൊരു സാധനം പറയണമെന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഈ ടൊവിനോയുടെ ഉള്ളില് ഇപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമകളും ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ അല്ലേ. ആ ടൈമിൽ നമ്മൾ അമേരിക്കയിൽ പോയപ്പോൾ നടന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് അവിടെ ഇൻസിനാഡ എന്ന് പറഞ്ഞ മെക്സിക്കോയിൽ ഇൻസിനാഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് എന്താ ഇത്, ആരാ നിങ്ങളെന്താ എന്താ കാണിച്ചേ? നമ്മൾ തമ്മിലൊന്ന് മിങ്കിൾ ചെയ്തതാ. ഇങ്ങനെയാണോ മിങ്കിൾ? എന്റെ മിങ്കിളിങ് ഇങ്ങനെയാ. ഞങ്ങൾ തമ്മിൽ വേറെ നേരത്തെ മിങ്കിൾ ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഒരു അവാർഡ് നൈറ്റ് ഇവിടെ നടക്കുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്? എന്താ ഇത്? ഞാൻ ഈ അവാർഡ് നൈറ്റിൽ ഇവിടെ തന്നെ സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. ചേട്ടാ സിനിമയിലുള്ള ആളാണോ? സിനിമയിൽ നിന്നാണ് മിസ്റ്റർ. സംവിധായകനാണോ? സംവിധാനമാണോ സിനിമയിൽ നിന്ന് വരാവുള്ളൂ? ക്യാമറമാൻ? ക്യാമറമാനാണോ സിനിമയിൽ നിന്ന് വരാൻ പറ്റുള്ളൂ? അതായത് മെയിൻ ആയിട്ട് ഒരു ആക്ടർ ഒരു ആക്ട്രസ് നിൽക്കുന്നു, നായകൻ നിൽക്കുന്നു, അതിന്റെ പുറകെ ആൾക്കാർ നിൽപ്പുണ്ട്. അത് മനസ്സിലാക്കണം. അതിന്റെ ബാക്കിൽ ആൾക്കാർ നിൽപ്പുണ്ട്, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, മുഖത്ത് വാരി വെതറും. അത് കാണുന്നില്ല. ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. ജൂനിയർ ആർട്ടിസ്റ്റ്. അതെ 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 ജൂനിയർ ആർട്ടിസ്റ്റിനാണ് ഞാൻ. ഇഷ്ടം പോലെ ഇത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലൊരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. സാമ്യതയുണ്ട്. ഒരു ഇത് ലുക്കിലൊക്കെ, പക്ഷേ പേരിലൊരു സാമ്യതയുണ്ട്. ഇന്ന് പേരിലൊരു സാമ്യതയുണ്ട്. അതാണ് എന്നെ ജനം ഏറ്റെടുക്കുന്നത്. പേര് തന്നെ റയറാണ്. അല്ലല്ല, ഞാൻ പറയാം. അതായത് ടൊവിനോ എന്നാണ് പേര്, പക്ഷെ ടൊവിനോയുടെ ആരാധകർ സ്നേഹത്തോടെ എന്താണ് വിളിക്കുന്നത്? ടൊവി എന്നാണ് വിളിക്കുന്നത്. എന്റെ ആരാധകരും എന്നെ സ്നേഹത്തോടെ അത്തരം ഒരു ഇതാണ് വിളിക്കുന്നത്. തോൽവി. പിന്നെ ഞാൻ എല്ലാ ലൊക്കേഷനിലും വരുമായിരുന്നു. ഒരുപാട് ലൊക്കേഷനിൽ, ഇഷ്ടം പോലെ ലൊക്കേഷനിൽ വരുമായിരുന്നു. ഞാൻ എല്ലാ ലൊക്കേഷനിലും വന്നിട്ടുണ്ട്. അതായത് മിക്സിക്ക് അപാര വില എന്ന് പറഞ്ഞൊരു മെക്സിക്കൻ അപാര വിലയല്ല, ഒരു മെക്സിക്കൻ അപാരത. അങ്ങനെയാണ്. മിക്സിക്ക് അപാര വില എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് വന്നില്ല. വേറെ എങ്ങനെയായിരുന്നല്ലേ? ഇഷ്ടം പോലെ. ഞാൻ ഡെപ്പിയിൽ പോയി. മൂക്കിപ്പൊടിയുടെ ഡപ്പി. ഹലോ ഓഡിയൻസ്, ഒരു കോമഡി അടിച്ചിട്ടുണ്ട്. ഒരു ചിരി അങ്ങ് കൊടുത്തേ. ചിരി അങ്ങാണ്ടല്ല. ഗപ്പി എന്ന് പറഞ്ഞ സിനിമയുണ്ടോ? ഗപ്പി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വന്നായിരുന്നു. സത്യം പറയട്ടെ, ഇദ്ദേഹത്തെ ഞാൻ കണ്ടതേ ഇല്ല അവിടെ. ഗപ്പിയിലോ? എല്ലാ ദിവസവും ഞാൻ അവിടെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ, പക്ഷെ ഇദ്ദേഹത്തെ നോ വാച്ചിങ്. ഞാൻ ഗപ്പിയില് ഫുൾ ഉണ്ടായിരുന്നില്ല ടോവി. ഷൂട്ടില്ലാത്ത സമയത്തും ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല. കാര്യം സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒരു ചൂല് പോലത്തെ ഒരു താടിയും വെച്ചല്ലേ നടന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയത്. വീട്ടിലെ ചൂലൊക്കെ അങ്ങനെയാണ്. ചൂല് ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ചെറിയ സമയത്ത് പണിയില്ലാത്തപ്പോ ചൂല് അങ്ങ് ഷേപ്പ് ചെയ്യും. അതുപോലെ ഞാനാണെങ്കിൽ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ ചോറ. അപ്പൊ കറി എന്റെ അഭിനയം. എന്റെ അഭിനയമാണ് കറി. അത് ചേരുവ് കൂട്ടി അടിക്കുക എന്നുള്ള ഒരു അഭിനയം നമ്മൾ അടിക്കും. ചേട്ടാ ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്. അഭിനയമൊക്കെ പഠിച്ചാൽ മാത്രമേ സിനിമയിൽ എടുത്തോട്ട് പോ. ചേട്ടാ ഞാൻ പറയട്ടെ ചേട്ടാ, വേറൊന്നും തോന്നരുത് ചേട്ടാ. അഭിനയമൊക്കെ പഠിച്ചാൽ മാത്രമേ ചേട്ടന് സിനിമയിൽ കേറാൻ പറ്റുള്ളൂ. എന്നെ ഇത് പറയും. മായാനദി എന്ന് പറഞ്ഞ സിനിമയില്ലേ, ദോഷം പറയുന്നില്ലല്ലോ, നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നു. ആണോ? പിന്നെ പക്ഷെ അഭിനയിക്കാൻ പറ്റിയില്ല. എന്നോട് ഞാൻ ഡയറക്ടർ എന്റെ മുഖത്ത് നോക്കി പറയാണ്, വർക്ക്ഷോപ്പിൽ പോകണമെന്ന്. നമുക്ക് സിനിമ എന്റെ ചോറാണല്ലോ. ഞാൻ അപ്പൊ തന്നെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടു. അവിടെ ചെന്ന് പണി തുടങ്ങി. ഒരു 51 രൂപ ദക്ഷിണം കൊടുത്ത് ഞാൻ പണി തുടങ്ങി. നന്നായി, ഒരു തൊഴിൽ പഠിച്ചല്ലോ. തൊഴിൽ പഠിച്ചിട്ട് കാര്യമില്ല, നിൽക്കാൻ പറ്റിയില്ല. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു വിട്ടു. തന്നെ ഈ ആശാൻ എൻ്റെ അടുത്ത് പറഞ്ഞു 1 മണിക്ക് വന്നിട്ട് പറഞ്ഞു 1 മണിക്കൂർ ബ്രേക്ക് എടുത്തോളാൻ പറഞ്ഞു. പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. നമ്മള് പണി വർക്ക്ഷോപ്പ് ഡയറക്ടർ പറഞ്ഞു വിട്ടേക്കല്ലേ. നിന്ന് സൈക്കിൾ മുതൽ ബൈക്ക് മുതൽ എല്ലാത്തിന്റെയും ബ്രേക്ക് അങ്ങ് എടുത്തു. അവസാനം ചെന്നെടുത്തത് ഒരു SIയുടെ ജീപ്പിനകത്ത് ഒരു ബ്രേക്ക് എടുത്തു. അവസാനം ഈ SI വന്ന് കൂമ്പിന് കുത്തിയപ്പോഴേ ഞാനും മനസ്സിലാവണം പുള്ളി ബ്രേക്ക് എടുത്തോളാൻ പറഞ്ഞ റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞായിരുന്നു, അല്ലാണ്ട് വണ്ടിയുടെ ബ്രേക്ക് എടുക്കാൻ പറഞ്ഞല്ലെന്നുള്ളത്. അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ സിനിമയിൽ വരും തോന്നുന്നില്ല. ഇതെല്ലാവരും പറയാണ്. എനിക്ക് സങ്കടപ്പെടുന്ന കാര്യമാണ്. എനിക്ക് സിനിമയിൽ കയറാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അശ്വതി, എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടുണ്ട്. എൻ്റെ തറവാടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന കരിയില വാരി വിറ്റ എനിക്കൊരു സിനിമ പിടിക്കാം. അതിനകത്ത് നായകനും ആവും എനിക്ക്. ആണോ? അതിന് എനിക്ക് നായകനായ എന്നാ കുഴപ്പമെന്നാ? എന്താ അവിടത്തെ പരിപാടി? നായകനായ എന്നെ പോക്കറ്റിന് ഇവിടം വരെ ഇറക്കം വെച്ചേക്കണം. ആണോ? ഞാനേ ഇപ്പൊ ടൊവി
എന്തുപറ്റി? സംഭവം ഞാൻ പറഞ്ഞില്ല മറ്റേ കരിയില വീണ ഒരു മരം, പി കെ രാംദാസ് എന്ന് പറഞ്ഞ മരം വീട്ടിലേക്ക് വീണ് വീട് തകർന്നു.